ഹായ്, ഞാൻ വ്ളോഗേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂരിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ച് റോഡ്. ഏറ്റവും ബ്യൂട്ടിഫുൾ അല്ല, ഞങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് റോഡ് അതാണ് നമ്മുടെ വാടനപ്പള്ളി തളിക്കുളം സ്നേഹിതരം ബീച്ച്. ഇതാണ് മോനെ റോഡ്. കുതിര പോണത്. ഓഹോ ബീച്ച് പതുക്കെ നടക്കാണ് കേസ്. ഒരു മഴ പെയ്യണല്ലോ പിറ്റിപ്പോ. സന്തോഷത്തിനായി ഒരാഴ്ച നിങ്ങൾ നഷ്ടപ്പെടുത്തി. പോയത് ഒന്നും കൂടി റൈഡ് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. ഒരു ഓഫ് റോഡ് കഴിഞ്ഞു ഗൈസ്. ഞങ്ങളുടെ ബെല്ല് കാണിച്ചിട്ടെ. ഞാൻ കണ്ണടിച്ച് വീണിലും കാണാം. അയ്യോ ബ്രേക്കില്ല. ആ കുഴിയില്ലാത്ത മതി. കൊള്ളാം. പിന്നെ വാടനപ്പള്ളിയാ ഈ പള്ളിക്കാരനാ ഈ പോടാ. ഞങ്ങളുടെ ബീച്ചിലെത്തി. ഞങ്ങളിത് പതുക്കെ വൈബടിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്ലോ യാത്ര കണ്ടോ. കുതിര പോണത് നല്ല ഭംഗിയില്ലേ കാണാൻ. 3 ഉണ്ട്. അത് കുതിര ട്രെയിനിങ് ഏരിയ. അംബ്രൂസ് എക്വസ്ട്രിയൻ സെൻറ്റർ. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, ഇപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം. ഇതാണ് ഞങ്ങളുടെ വാടനപ്പള്ളി തളിക്കുളം ബീച്ച് റോഡ്. ഇതാണ് മോനെ റോഡ്. എന്തൊരു സൗകര്യം തുടങ്ങാൻ വരാൻ സൈക്കിൾ ഓടിയിട്ട്. സ്ഥിരമായിട്ട് ഞങ്ങൾ കയറാം ബൈക്കിലൊക്കെ. നമുക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് തൃശ്ശൂരിലേക്ക്. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഓഹോ ബീച്ച് എത്താം. അല്ലെ രാത്രിയൊക്കെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നിറയെ കടകളൊക്കെ ആയിട്ടുള്ള സംഭവമില്ലേ. കൊള്ളാം. പഴയൊരു വീട് പേടിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കൊണ്ടുവയ്ക്കും. എവിടെ പോയിട്ട് ഗോപ്രസൊക്കെ സൂപ്പറാ. ആ പടസാനാണ് ഇത്. കളറൊക്കെ കറക്റ്റായിട്ട് ഇടും. പക്ഷേ ഗോപ്രനെ പുച്ഛിക്കണ ഗൈസ്. നമ്മുടെ അടുത്ത വ്ളോഗൊക്കെ ഗോപ്രല്ല. പുച്ഛിച്ചൊന്നുമില്ല, പക്ഷെ ഇതായത് ക്രിട്ടിസൈസ് ചെയ്തു. ഐഫോണെ വലുത്. ഭയങ്കര പ്രശ്നമാണ്. അതെ ഇത് മറ്റേ സാധനം. ഏതാണ് പടത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേര്? എന്ത് ബ്ലൂവാ? മറ്റേ റിസോർട്ടില്ലേ, ഫേമസ് റിസോർട്ട് ദേജാ ബ്ലൂ. അതാണ് സാധനം. ഓക്കെ, കണ്ടില്ലെന്ന് പറയരുത്. ഒരു നല്ല പൈസ ഉണ്ട്. കല്യാണക്കാർ നടത്താൻ എന്നെ വിളിക്കണം. എനിക്കൊന്നും ഉള്ളിൽ കാണുന്നുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിരിക്കുകയാണ്. ഓഹോ ബീച്ച്. ആ അവിടെ ഷീറ്റൊക്കെ ഇട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കുക. നിറച്ച ആൾക്കാരാടാ. ഞാൻ വിളിച്ചു അവന്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ടൊക്കെ വിളിക്കാറ്. ചായക്കട നമ്മൾ ചായ കുടിക്കാറ്. ചായ കുടിക്കട്ടെ പോയിട്ട്. അല്ലേ ഓഹോ ബീച്ച്. ഞങ്ങളിവിടെ എത്തി. പതുക്കെ നടക്കുകയാണ് കേസ്. ഐഫോൺ ഇതിൽ ഏറ്റവും വലിയ ഡ്രോപ്പ് ബാക്ക് സൂം ചെയ്യാൻ പറ്റില്ല. ഐഫോണിൽ സൂം ചെയ്യുന്നു. നല്ല തിരക്കുണ്ട്. അപ്പോൾ ആൾക്കാരെ മാന്യതമായി പ്രൈവസി മാനിച്ച് നമ്മൾ കുറച്ച് നേരത്തേക്ക് ഗോപ്രോ ഓഫ് ചെയ്യാണ്. കഴിച്ച് ഇവിടെ വരുന്നതൊക്കെ കൊള്ളാം. സൂക്ഷിച്ചിട്ടൊക്കെ വരിക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു നിമിഷത്തെ സന്തോഷത്തിനായി ഒരാഴ്ച നിങ്ങൾ നഷ്ടപ്പെടുത്തില്ല. ഇവ മാസമുള്ള കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സത്യം പറ. നീ അത് സൗണ്ടാക്കൂലേ? ഇങ്ങനെ പറയേണ്ട ആവശ്യം. അതാണ് ദേജാ ബ്ലൂ. ഇതാണ് അവിടെ കളിക്കണ്. കളിക്കല്ല, അടി കൂടാണ്. ഓക്കെ, നല്ല സ്ഥലമാണ് ഗൈസ്. നോ എൻട്രി ചെയ്തിട്ടുണ്ട്. ഞാൻ പോളിലേക്ക് ഇടും. ശിവം പോകും. കുറച്ച് അഡ്വഞ്ചറസാണ് ഇവിടെ. കല്യാണം. അതെ അതെ, ഞങ്ങളുടെ പരസ്യം. ഇവൻ ഭാവിയിൽ ഒരു സ്ക്രീൻ എന്താ പറയുക, സ്റ്റോറി റൈറ്ററാണ് ഗൈസ്. ഞാൻ ഭാവിയിൽ ഒരു റിച്ച് ഗായ്, അത്ര പറയാം. ഒരു കോടി രൂപ കടം തരും വിത്ത് 12% ഇൻട്രസ്റ്റ്. സത്യം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പാട്ട് കേട്ടിരിക്കണം അവിടെ. സ്പീക്കർ. അതാണ് നമ്മുടെ തെങ്ങിന്റെ മുകളിലൊക്കെ പിള്ളേരാണ്. ഇപ്പൊ തേങ്ങയില്ല. തെങ്ങണ്ട ഇതെല്ലാവർക്കും കയറാൻ തോന്നും. അതുകൊണ്ട് ആ ചെക്കൻ കയറി. ഗൈസ് ഇപ്പോൾ കാശുണ്ടെങ്കിൽ ഇതുപോലെ നടക്കാം, കാശില്ലെങ്കിൽ ഇതുപോലെ നടക്കാം. എനിക്ക് എന്താ വേണ്ടേ? എനിക്കെന്താ വേണ്ട? ഇവരൊന്നും വേണ്ട ഗൈസ്. പോവാം ഗൈസ്. അപ്പോൾ ഓഹോ ബീച്ച് യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. സൂപ്പർ ഗൈസ്. അവിടെ നേരെ പിള്ളേരിന്ന് വെള്ളത്തിൽ ആടുന്നുണ്ട്. ഈ ഗോപ്ര സൂം ചെയ്യാൻ പറ്റാത്ത വലിയ കഷ്ടം. പച്ചപ്പുണ്ടോ? ദിസ് ഈസ് ദ പ്ലേസ്. ബൈക്കേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോ സൂപ്പറായിട്ട് കേട്ടോ.
എന്താ വഴി എവിടെയാടാ അല്ലേ പുതിയൊരു സ്ഥലം വന്നല്ലേ ഇടയിൽ പക്ഷെ വൈശാഖോടെ ഇതൊന്നുമില്ലേ സൂപ്പർ ക്ലൈമറ്റ് ആണോ കടൽ ഷോപ്പാണോ അറിയില്ല അല്ലേ രസമുണ്ട് ഒരു മഴ പെയ്യണല്ലോ കിട്ടിപ്പോ ഇത് ഇതൊക്കെ അറിയാം നല്ല മഴ പെയ്യാൻ ഇതാണ് കേരളത്തിലെ മഴക്കാലം അത് മഴയാണോ അത് മഴയൊന്നുമില്ല മഴ പെയ്യണ്ട മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു ആളില്ല ആളില്ലടാ ആളില്ല കേറിക്കോ നമ്മൾ മഴ വന്നപ്പോൾ നൈസായിട്ട് ഇവിടുത്തെ ഒരു ഫിഷിംഗ് ബോട്ടിനുള്ളിൽ കയറിയിട്ട് ഒന്നും കേടാക്കണമെന്നില്ല ഞങ്ങൾ റെയിൻ കോട്ട് ഇട്ട് പുറത്തിറങ്ങാൻ പോവാ നമ്മുടെ സാധനം നമുക്കുള്ള റെയിൻ കോട്ട് മഞ്ഞ കളർ ഉടയ്ക്കും എന്ത് വൈബാ എന്ത് വൈബ് ഞങ്ങൾ നനയാൻ പോവാൻ മഴ ഞങ്ങൾക്ക് മഴ ഗൈസ് അപ്പോൾ റെയിൻ കോട്ട് ഇട്ട് സെറ്റായി ഇനി നമുക്ക് പോവാം നിങ്ങൾ പൊക്കും ഇനി ഇവര് മാറിക്കോട്ടെ കോപ്പറ കേടായില്ലെങ്കിൽ വീഡിയോ കാണിച്ചു കേട്ടാ ഈ തെങ്ങെങ്ങനെ ഇങ്ങനെ എനിക്കറിയില്ല നിങ്ങൾ ആസ്വദിക്കുന്നില്ലേ എവിടെയുണ്ട് അന്യൻ വൈദവായി എവിടെ നിങ്ങൾ ഐ മിസ് ഗൈ എങ്ങനെ എക്സ്പീരിയൻസ് വാട്ടർ എക്സ്പീരിയൻസ് വാക്ക് കൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല അതെ അനുഭവിച്ചറിയുക ഒരു റെയിൻ കോട്ട് മേടിക്കുക ഒരു ബൈക്കോ സൈക്കിളോ എങ്ങനെയെങ്കിലും സൈക്കിൾ പെട്രോളിന്റെ പൈസ വരുന്നത് അതെ അതെ ചിക്കന്മാരത് ബൈ ഞങ്ങൾ കുറച്ച് മഴനായിട്ട് പിന്നെ കാണാം ടാറ്റാ ഈ സ്പോട്ട് വരുന്നത് ഓഹോ ബീച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഗ്രൗണ്ടാണ് അവിടെ ഒരു ചെറിയൊരു കൂടാരം പോലത്തെ കാണും ചെയ്യാം അങ്ങനെയാണ് ഈ സ്പോട്ട് വരുന്നത് കണ്ടോ കാറ്റത്ത് ഇങ്ങനെ നടന്ന് ആർക്കൊരു ബുദ്ധിമുട്ടാണ് മഴ അടുത്ത പോട്ട് കട്ടിയിലുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞുള്ള ബീച്ചാണ് പണ്ടത്തെ ഫേമസ് ബീച്ചാണ് നാം നടൻ ഇവിടെ ഇങ്ങനത്തെ കുറച്ച് കടകളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ചായക്കടകളൊക്കെ ഉണ്ട് ഇതൊക്കെ ചായക്കട സ്നേഹത്തിൻ്റെ കവാടം ജേഷേ അവിടെ അപ്പൊ നമ്മൾ തിരിച്ച് ഓഹോ ബീച്ചിലേക്ക് ഒരു പിന്നും ചായ പിടിക്കാൻ പോകുന്നത് മൂടി മൊബൈൽ എടുക്കും എൻ്റെ ഒന്നുമില്ല അതെ ഇവ അവിടെ പോയി ഭക്ഷണം കഴിച്ചേ അല്ലെങ്കിൽ വല്ലതും തരും അവിടെ പറ്റുണ്ട് ബുദ്ധി ഉപയോഗിക്ക് ബുദ്ധി ഉപയോഗിക്കതുപോലെ അപ്പുറത്ത് പോ നമ്മൾ സൈക്കോട് വെച്ചിട്ട് പോവാണ് വിശ്വസിച്ചിട്ട് ഒരു നാളെ പോലെ ഓഹോ ബീച്ചിലേക്ക് കൂടെ റെയിൻ കോട്ട് വാക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിരിക്കുകയാണ് കാര്യം മഴ നല്ല കാറ്റ് നല്ല ക്ലൈമറ്റ് തേങ്ങ ഒന്നും കേട്ടിരുന്ന ആദ്യം തെങ്ങ നിങ്ങൾ ഇതുപോലെ പുറത്ത് പോവുക സൂക്ഷിച്ചൊക്കെ പോവുക ഒരാളെ കൂട്ടി പോവുക അതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ വിളിച്ചറിയുന്ന ആൾക്കാരുണ്ട് സോ കാലാവസ്ഥ ഉണ്ടാവും നല്ല മൂഡ് ക്ലൈമറ്റ് ഉണ്ട് അപ്പോഴത്തെ ഇങ്ങനെ എടുക്കും 4x4 ഒരു പ്രത്യേകത കേട്ടാ എന്തൊക്കെ